ഗൈസ്, അപ്പോൾ രാവിലെ മുതൽ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കോവളത്ത് വന്നു പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഉറങ്ങിക്കിടന്ന കൂട്ടുകാരനെ വിളിച്ച് നമ്മൾ നേരെ കോവളത്തോട്ട് പോയാണ്. അങ്ങനെ കുറേ നേരം വണ്ടി കാര്യങ്ങളൊക്കെ ഓടിച്ച് നമ്മൾ നേരെ കോവളത്തോട്ട് എത്തി. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വെച്ചാൽ അവിടെ അകത്ത് പാർക്ക് ചെയ്ത ഫീസ് കൊടുക്കണം. അപ്പോൾ പാർക്ക് ചെയ്ത് ഫീസ് കൊടുക്കാതിരിക്കാൻ നമ്മൾ വെളിയിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. അതിനുശേഷം മുടിയൊക്കെ ഒതുക്കി ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇവിടെ കടലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്, വെള്ളമൊക്കെ ഒരുപാട് കയറി കിടക്കുകയാണ്. പിന്നെ നമ്മളങ്ങനെ എന്നപ്പോഴാണ് അവിടെ ഒരു ആൻറ്റി ടോയ്സ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോസ് ഒന്ന് എടുത്തതാണ്. പിന്നെ നമ്മുടെ പട്ടി സാർ ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടെ ഗൈസ്, ചെറിയ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അതും കൂടെ വീഡിയോ എടുത്ത് പിന്നെ ഇതുവരെയൊക്കെ വന്നിട്ട് ഒരു ഐസ്ക്രീമെങ്കിലും കുടിക്കാതെ മോശമല്ലേ. പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരേതാ കയറി കടയിൽ. അതിനുശേഷം ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങി പൈസയും പേ ചെയ്ത് നമ്മളിറങ്ങി നല്ലൊരു സ്പോട്ട് നോക്കുകയാണ് ഇരുന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു സ്പോട്ടാണ് കിട്ടിയത്. ഞാൻ നോക്കിയപ്പോൾ അവ ഓൾറെഡി ഐസ്ക്രീമൊക്കെ പൊട്ടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ കയ്യിൽ ഹെൽമെറ്റും ഫോണും ഒക്കെ വെച്ച് ഐസ്ക്രീം പൊട്ടിക്കാതെ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് ഗൈസ്. പിന്നെ ഇവിടെ ഇരുന്ന് നൈസായിട്ട് ഐസ്ക്രീമൊക്കെ പൊട്ടിച്ച് രണ്ടുപേരായിട്ട് ഇപ്പോൾ കുടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ കൂട്ടുകാരൻ ഐസ്ക്രീം കുടിക്കാൻ അറിഞ്ഞൂടെ ഗൈസ്, അവൻ്റെ ഐസ്ക്രീം കാറ്റ് പറത്തിക്കൊണ്ടുപോയി ഗൈസ് എല്ലാം. അപ്പോൾ ഇവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇനി നേരെ നമ്മൾ വീട്ടിലോട്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.